പ്രതീക്ഷിച്ചതുപോലെ തിരുവനന്തപുരം മേയറായി BJPയുടെ VV രാജേഷ് ചുമതലയേറ്റു. ഈ മേയർ സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് വളരെ രസാവഹമായിരുന്നു. BJPയുടെയും LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. LDFിൻ്റെ CPMലെ RP ശിവജിയാണ് മത്സരിച്ചതെങ്കിൽ UDFിന് വേണ്ടി കോൺഗ്രസ് നേതാവായ KS ശബരിനാഥാണ് മത്സരിച്ചത്. രസകരമായ കാര്യം, BJPക്ക് 50 അംഗങ്ങളുണ്ട്, LDFിന് 29, UDFിന് 19. ഒരു LDF വിമതനും ഒരു UDF വിമതനും ജയിച്ച് കൗൺസിലറായി. അങ്ങനെ ആകെ 100 സീറ്റ്, അതിൽ 50 സീറ്റ് BJPക്കുണ്ട്. പോരാഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ സ്വതന്ത്രന്മാരുടെ വോട്ട് BJPക്ക് കിട്ടും എന്നാണ് ധരിച്ചിരുന്നത്. 2 സ്വതന്ത്രന്മാരും BJPയെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഫലം വന്നപ്പോൾ BJPക്ക് 50 പേരുടെ, അതായത് മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ച VV രാജേഷിന്റെ ഒഴിച്ച് ബാക്കി 49 വോട്ടുകളും ഒരു സ്വതന്ത്രന്റെ LDF വിമതനായി മത്സരിച്ച് ജയിച്ചു വന്ന പാറ്റൂർ M രാധാകൃഷ്ണൻ, കണ്ണമൂല ഡിവിഷനിലെ കൗൺസിലർ, അദ്ദേഹത്തിന്റെ പിന്തുണയും BJPക്ക് കിട്ടി. അങ്ങനെ BJPക്ക് ആകെ 50 കൗൺസിലർമാരുടെ പിന്തുണ കിട്ടി. ഇപ്പുറത്ത് LDFിനാകട്ടെ ആകെ 29 പേർ ജയിച്ചു, ഒരാൾ മത്സരിച്ചു, 28 പേരുടെ വോട്ട് കിട്ടി. അപ്പുറത്താണ് രസം. KS ശബരിനാഥൻ സ്ഥാനാർത്ഥിയായി, പക്ഷെ അദ്ദേഹത്തിന് 2 വോട്ടുകൾ അസാധുവായി. 19-ൽ 17 മാത്രമേ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞുള്ളൂ. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. മുതിർന്ന അംഗം ക്ലീറ്റസ്, ഈ കളക്ടറിൽ നിന്ന് സത്യവാചകം ഏറ്റുചൊല്ലി ആദ്യ കൗൺസിലറായി ചുമതലയേറ്റ ക്ലീറ്റസ് നന്ദഗോഡ് വാർഡിലെ കൗൺസിലറാണ്. അദ്ദേഹമാണ് മറ്റു കൗൺസിലർമാർക്കെല്ലാം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. അതുപോലെ മറ്റൊരംഗം, ഒരു വനിതാ അംഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ 2 പേരും വോട്ട് ചെയ്തപ്പോൾ ബാലറ്റ് പേപ്പറിന്റെ പുറകിൽ പേരെഴുതി ഒപ്പിടണം. പക്ഷെ ഈ 2 പേരും ഒപ്പിട്ടില്ല, വിട്ടുപോയി. അതുകൊണ്ടാണ് ശബരിനാഥന് 2 വോട്ടുകൾ അസാധുവായി പോയത്. നോക്കൂ, UDF, കോൺഗ്രസ്, അങ്ങനെ തന്നെ പറയണം, UDF എന്നല്ല, കോൺഗ്രസ് എത്ര അശ്രദ്ധമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് കഴിഞ്ഞ തവണ 10 കൗൺസിലർമാരെ ഉണ്ടായിരുന്നുള്ളൂ, ഇക്കുറി അത് 19 ആക്കി എടുക്കാൻ സാധിച്ചു. ആ 19 കൗൺസിലർമാരുടെ വോട്ടുകൾ പോലും ഉറപ്പിക്കാൻ കഴിയാത്തവണ്ണം കോൺഗ്രസ് ദുർബലമായി പോയോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതേസമയം UDF വിമതനായി മത്സരിച്ച് സ്വതന്ത്രനായി ജയിച്ചു വന്ന പൗണ്ട് കടവിലെ സ്ഥാനാർത്ഥി കൗൺസിലർ ശ്രീ സുധീഷ് കുമാർ ആർക്കും വോട്ട് ചെയ്തില്ല. അദ്ദേഹം തൻ്റെ വോട്ട് ഒരു മുന്നണിക്കും കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നേരത്തെയൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞത് അദ്ദേഹം BJPക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തൻ്റെ വികസന അജണ്ടകൾക്ക്, തൻ്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന മുന്നണി ആരാണോ അവരോടൊപ്പം താനും ചേരും, അവർക്ക് പിന്തുണ കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇവിടെ അത് സംഭവിച്ചില്ല. BJP ആകട്ടെ ഏതു വികസന പ്രവർത്തനത്തിനും തങ്ങളൊപ്പമുണ്ട്, സഹകരിക്കാം എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ആ നിലപാട് ശ്രീ പാറ്റൂർ M രാധാകൃഷ്ണൻ, കണ്ണമൂല ഡിവിഷനിലെ വിജയിച്ചു വന്ന കൗൺസിലർ പാറ്റൂർ M രാധാകൃഷ്ണൻ ആ BJPയുടെ നിലപാട് അംഗീകരിക്കുകയും BJPക്ക് പിന്തുണ നൽകുകയും ചെയ്തു. ഇതേപോലെ, അതായത് രാധാകൃഷ്ണനോട് കൊടുത്ത അതേ വാഗ്ദാനം തന്നെയാണ് BJP ഇദ്ദേഹത്തോടും സുധീഷിനോടും നൽകിയത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം വികസനമാണ് അജണ്ട. അതുകൊണ്ട് അവർക്ക് വികസന പ്രവർത്തനങ്ങളിൽ ഒരു താല്പര്യക്കുറവുമില്ല, മറിച്ച് ഏതൊരു വികസന പ്രവർത്തനത്തിനും ഒപ്പം നിൽക്കും എന്ന ഉറപ്പാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് നൽകിയത്. എന്നിട്ടും ഈ UDF വിമതനായി മത്സരിച്ച് ജയിച്ചു വന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധീഷ് കുമാർ അത് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ല എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്നതിൻ്റെ കാരണം വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ പുറത്തു വന്നേക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ വോട്ട് BJPക്ക് കിട്ടിയിട്ടില്ല.
വി രാജേഷ് അടക്കം 51 പേരുടെ, വി രാജേഷിനെ ഒഴിച്ചു നിർത്തിയാൽ 50 പേരുടെ പിന്തുണ, 49 BJP-കാരുടെയും പാറ്റൂർ M രാധാകൃഷ്ണൻ എന്ന LDF വിമതന്റെയും പിന്തുണ കിട്ടി. BJP സുഖമായിട്ട് അധികാരത്തിലെത്തി. മേയർ ആയിട്ട് വി രാജേഷ് വിജയിച്ചു. അദ്ദേഹം ചുമതല ഏറ്റു. ഇനി ഉറ്റുനോക്കുന്നത് ഡെപ്യൂട്ടി മേയർ, അതുപോലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പുകളാണ്. അതും താമസം വിന നടക്കുമെന്ന് നമുക്കറിയാം. എന്തായാലും BJP വളരെ കംഫർട്ടബിൾ ആയിട്ട് മേയർ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു. അതിന് ഒരു LDF സ്വതന്ത്രന്റെ, LDF വിമതനായി മത്സരിച്ച് ജയിച്ചു വന്ന സ്വതന്ത്രന്റെ, അദ്ദേഹം LDF സ്വതന്ത്രൻ എന്ന് പറയാൻ കഴിയില്ല, സ്വതന്ത്രനാണ്, ആ സ്വതന്ത്രന്റെ പിന്തുണ BJP-ക്ക് കിട്ടി എന്നുള്ളതാണ്. എന്തായാലും ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് താമസിയാതെ തന്നെ വീണ്ടും എത്താം. ഞാൻ വരാം, നിങ്ങൾ പിടിക്കോ? അല്ലേ കേട്ടല്ലേ?
നമ്മൾ പിരിയുന്നതിന് മുൻപ് പ്രതിപക്ഷ പാർട്ടിയുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. ദീപക്, അതോടൊപ്പം തന്നെ ശബരിനാഥ്, അവരോട് ഈ സഭയെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നഗരസഭയുടെ പുതിയ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വി രാജേഷിന് എല്ലാവിധത്തിലുമുള്ള ആശംസകൾ നേരുകയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് തെരഞ്ഞെടുപ്പ് വിധി മാനിച്ചുകൊണ്ട് രാജേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 101 വാർഡുകളിലെയും പ്രവർത്തനങ്ങൾ ഏകോപിച്ചുകൊണ്ട് നടത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മേയറെ എല്ലാ വിധത്തിലും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. UDF പ്രതിനിധീകരിച്ച് പ്രിയപ്പെട്ട സുഹൃത്ത് മുൻ MLA കൗൺസിൽ പാർട്ടി ലീഡർ ശ്രീ ശബരിനാഥ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കൗൺസിലർമാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ആദ്യമായി ഇന്ന് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ വി രാജേഷിനുള്ള എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഈ ജില്ലയിൽ നടത്തി എല്ലാവരുമായി നല്ല വ്യക്തിബന്ധമുള്ള ശ്രീ രാജേഷ് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിൽ അദ്ദേഹം ശോഭിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങ് പറഞ്ഞത് നമ്മൾ മുഖവരയ്ക്ക് എടുക്കുകയാണ്. നമ്മൾ 100 ഇനി ഇലക്ഷൻ കഴിഞ്ഞ 101 കൗൺസിലർമാരും ഒരു മെയ്യായി തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ നല്ല രീതിയിൽ വികസനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ എല്ലാ സഹായങ്ങളും, അതോടൊപ്പം നിങ്ങൾക്ക് ദിശ തെറ്റുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായി കൂടി നമ്മൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.